20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്മാരിൽ പ്രധാനിയാണ് പഞ്ചശതവാനായ പാദ്രെ പിയോ. യേശുവിൻ്റെ ശരീരത്തിലെ പോലെ 5 തിരുമുറിവുകൾ പാദ്രെ പിയോയ്ക്കും ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അദ്ദേഹത്തിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ ഒരു കർഷക കുടുംബത്തിലാണ് പാദ്രെ ജനിച്ചത്. ബാലനായ പാദ്രെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുവാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും താൽപരനായിരുന്ന പാദ്രെ ആടുകളെ മേയ്ക്കാനായി ദൂരസ്ഥലങ്ങളിൽ പോകുമായിരുന്നു. 19-ാം വയസ്സിൽ പാദ്രെ പിയോ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പാദ്രെയെ നിരവധി രോഗങ്ങൾ ശല്യപ്പെടുത്തിയിരുന്നു. കഠിനമായ ചുമയും ശ്വാസകോശ രോഗങ്ങളും വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പാദ്രെയെ ബാധിച്ചിരുന്നു. എന്നാൽ രോഗത്തിൻ്റെ പേരിൽ വൈദികനാകാനുള്ള മോഹം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. 22-ാം വയസ്സിൽ പാദ്രെ പൗരോഹിത്യം സ്വീകരിച്ചു. പുരോഹിതനായി 8-ാം വർഷം, അതായത് 1918 സെപ്റ്റംബർ 20-നാണ് പാദ്രെ പിയോയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു മനമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പാദ്രെ പിയോയുടെ ശരീരത്തിൽ യേശുവിൻ്റേതുപോലെ 5 തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം വളരെ വേഗം പ്രചരിക്കപ്പെട്ടു. അദ്ദേഹത്തെ കാണുവാനും അനുഗ്രഹം നേടുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നുവരെ ആളെത്തുമായിരുന്നു. അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വാസികൾ പ്രവഹിച്ചു. 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജന്മനാടുകളിൽ മടങ്ങിയെത്തിയ അമേരിക്കൻ സൈനികർ പാദ്രെ പിയോയുടെ അത്ഭുതകഥ അവിടെയെല്ലാം പ്രചരിപ്പിച്ചതോടെ വിദേശത്തു നിന്നുവരെ സന്ദർശകർ എത്തിത്തുടങ്ങി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി പാദ്രെയെ വിശ്വാസികൾ കണക്കാക്കിയിരുന്നു. പാദ്രെ പിയോ കുമ്പസാരിപ്പിക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂറോളം നീണ്ടുപോകുമായിരുന്നു. എന്നാൽ അതോടെ ആ മനുഷ്യൻ പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് മൂലം പാപം അങ്ങോട്ട് ഓർമ്മിപ്പിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുമ്പസാരിക്കൽ. പാദ്രെയുടെ സ്പർശനത്തിലൂടെ രോഗികൾ സുഖപ്പെടുമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക, ജലത്തിന് മീതെ നടക്കുക, രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുത കഥകൾ പിയോ അച്ഛനെപ്പറ്റി പ്രചരിച്ചു. 1968 സെപ്റ്റംബർ 23-ാം തീയതി 81-ാമത്തെ വയസ്സിൽ പാദ്രെ പിയോ മരിച്ചു. 1920-ൽ അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 ലക്ഷം അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. 2002 ജൂൺ 16-ന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.